നമസ്കാരം. പ്രധാന വാർത്തകൾ. തൊഴിൽ തേടുന്നവർ എന്ന നിലയിൽ നിന്ന് വിദ്യാർത്ഥികൾ തൊഴിൽദായകരായി മാറണമെന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു. സംസ്ഥാന സർക്കാരിന്റെ ഇൻഡസ്ട്രി ഓൺ ക്യാമ്പസ് പദ്ധതിക്ക് പാലക്കാട് ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ തുടക്കം. കോളേജിൽ ജെൻ റോബോട്ടിക്സ് കമ്പനിയുടെ മാനുഫാക്ചറിംഗ് യൂണിറ്റ് തുറന്നു. പട്ടാമ്പി എംഎൽഎയുടെ ശ്രദ്ധ പദ്ധതിയിൽ ഉൾപ്പെടുത്തി വിദ്യാർത്ഥികളുടെ മാനസിക സംഘർഷങ്ങൾ ലഘൂകരിക്കുന്നതിന് പുതിയ പ്രൊജക്ട് തയ്യാറാക്കി. മാനസമിത്ര പ്രൊജക്ട് ഉടൻ വിദ്യാഭ്യാസ വകുപ്പിന് സമർപ്പിക്കും. മന്ത്രി കെ കൃഷ്ണൻകുട്ടി കോള കമ്പനിക്കൊപ്പമായിരുന്നുവെന്ന കമ്പനി മുൻ അഭിഭാഷകന്റെ വെളിപ്പെടുത്തൽ. കോള വിരുദ്ധ സമരത്തിന് നേതൃത്വം നൽകിയെന്ന് അവകാശപ്പെടുന്ന കെ കൃഷ്ണൻകുട്ടി പാച്ചിമട കോള കമ്പനിക്ക് വെള്ളമെത്തിച്ചിരുന്നു എന്ന അഡ്വക്കേറ്റ് ജോൺ ജോണിന്റെ വെളിപ്പെടുത്തൽ വിവാദമാകുന്നു. നാഷണൽ ജനതാദൾ സംസ്ഥാന പ്രസിഡന്റ് കൂടിയായ ജോൺ ജോണിന്റെ വിവാദ വെളിപ്പെടുത്തൽ പാലക്കാട്ട് CPM സംസ്ഥാന കമ്മിറ്റി അംഗം NN കൃഷ്ണദാസ് ഉൾപ്പെടെ പ്രമുഖർ പങ്കെടുത്ത പുസ്തക പ്രകാശന ചടങ്ങിൽ. തിരുവേഗപ്പുറയിൽ പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ CPM. ലൈഫ് ഭവന പദ്ധതി ഗുണഭോക്തൃവിഹിതം ഉടൻ നൽകണമെന്നതുൾപ്പെടെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് പഞ്ചായത്ത് ഓഫീസ് മാർച്ചും ധർണയും. റെഗുലറൈസ് ചെയ്ത പെർമിറ്റ് ഫീ തിരികെ നൽകണമെന്നും CPM. കക്ഷി രാഷ്ട്രീയത്തിന് പ്രാധാന്യം നൽകാത്ത കോൺഗ്രസുകാരനായി തുടരുമെന്ന് മുൻ MLA AV ഗോപിനാഥ്. രാഷ്ട്രീയത്തിനതീതമായി എല്ലാവരുമായും വികസന മുന്നണി സഹകരിക്കും. BJP പാലക്കാട് ജില്ലാ കമ്മിറ്റി അംഗം സുരേന്ദ്രൻ തരൂരും 50ഓളം സഹപ്രവർത്തകരും AV ഗോപിനാഥ് നേതൃത്വം നൽകുന്ന വികസന മുന്നണിയിൽ ചേർന്നു. പൊതുമേഖലാ ബാങ്കിംഗ് സംവിധാനം നിലനിർത്താനുള്ള നടപടികൾ കേന്ദ്ര സർക്കാർ കൈക്കൊള്ളണമെന്ന് SBI പെൻഷനേഴ്സ് അസോസിയേഷൻ. പാലക്കാട്ട് അസോസിയേഷൻ ജനറൽ ബോഡി യോഗം. വിദേശ ബാങ്കുകൾക്ക് ഇന്ത്യൻ വിപണി കീഴടക്കാൻ സഹായകരമാകുന്ന നയമാണ് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നതെന്ന് SBI റീജിയണൽ മാനേജർ TM മനോജ്. സമൂഹത്തിൽ വായനശാലകളുടെ ഉത്തരവാദിത്വം ഇന്ന് വളരെ വലുതാണെന്ന് പൂക്കാസ സംസ്ഥാന ജനറൽ സെക്രട്ടറി PN മോഹനൻ. പട്ടാമ്പി ലൈബ്രറി കൌൺസിൽ വാർഷിക സെമിനാർ കൂറ്റനാട്. സെമിനാർ സംഘടിപ്പിച്ചത് വിഭാഗീയതയുടെ വൻമലകൾ എന്ന വിഷയത്തിൽ. പ്രതിഭകളെയും വായനോത്സവ മത്സര വിജയികളെയും ആദരിച്ചു. പ്രളയത്തിൽ നിലം പൊത്തിയ പാലം ഇനിയും പുനർനിർമ്മിച്ചില്ല. മങ്കരയിൽ പ്രതിഷേധവുമായി കോൺഗ്രസ്. മങ്കര പെരുമഞ്ചിറ പാലം പുനർനിർമ്മിക്കാൻ സർക്കാർ സത്വര നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യം. കേരള കലാമണ്ഡലം ഹോസ്റ്റൽ അന്തേവാസികൾക്ക് തലവേദനയായി കുരങ്ങുകൂട്ടം. കണ്ണുതെറ്റിയാൽ കുരങ്ങന്മാർ ഹോസ്റ്റലിൽ. ഹോസ്റ്റൽ മുറികളിലെത്തുന്ന കുരങ്ങുകൾ വിലപിടിപ്പുള്ള സാധനങ്ങൾ വരെ നശിപ്പിക്കുന്നതായി പരാതി. വനം വകുപ്പിനെ വിവരമറിയിച്ചിട്ടും ഒരു നടപടിയുമില്ലെന്നും ആക്ഷേപം. മണ്ണൂർ വടക്കുംപുറത്ത് ഇനി കായികാവേശത്തിന്റെ ആരവങ്ങൾ ഉയരും. കായിക പ്രേമികൾ കാത്തുകാത്തിരുന്ന പഞ്ചായത്തിലെ ആദ്യ പൊതുകളിസ്ഥലം സജ്ജം. ബ്ലോക്ക് ഗ്രാമപഞ്ചായത്തുകളുടെ കൂട്ടായ്മയിൽ ഒരുക്കിയ കളിസ്ഥലം നാടിന് സമർപ്പിച്ചു. വാർത്തകൾ വിശദമായി. തൊഴിൽ തേടുന്നവർ എന്ന നിലയിൽ നിന്ന് വിദ്യാർത്ഥികൾ തൊഴിൽദായകരായി മാറണമെന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു. സംസ്ഥാന സർക്കാരിന്റെ ഇൻഡസ്ട്രി ഓൺ ക്യാമ്പസ് പദ്ധതിയുടെ ഭാഗമായി പാലക്കാട് ഗവൺമെന്റ് പോളിടെക്നിക്കിൽ ജെൻ റോബോട്ടിക്സ് കമ്പനിയുടെ മാനുഫാക്ചറിംഗ് യൂണിറ്റ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. വിദ്യാർത്ഥികളുടെ മികച്ച ആശയങ്ങൾക്കൊപ്പം സർക്കാർ ഉണ്ടെന്ന് മന്ത്രി പറഞ്ഞു. ആശയങ്ങൾ പ്രോത്സാഹിപ്പിക്കാനായി യങ് ഇന്നവേറ്റേഴ്സ് പദ്ധതി വഴി 5 ലക്ഷം രൂപ മുതൽ 25 ലക്ഷം രൂപ വരെയാണ് സർക്കാർ സഹായം നൽകുന്നത്. വിദ്യാർത്ഥികൾ തൊഴിൽദായകരാകുമ്പോൾ അത് സംസ്ഥാനത്തിൻ്റെ മികവിനും സാമ്പത്തിക അഭിവൃദ്ധിക്കും സഹായകരമാകും. പഠിക്കുമ്പോൾ തന്നെ തൊഴിലിനോട് ആഭിമുഖ്യം വളർത്തുന്ന പദ്ധതിയാണ് ഇൻഡസ്ട്രി ഓൺ ക്യാമ്പസ്. വിദ്യാർത്ഥികളിൽ തൊഴിൽ താൽപ്പര്യം വർദ്ധിപ്പിക്കുക, ചെറിയ സമ്പാദ്യം ഉറപ്പുവരുത്തുക എന്നിവയാണ് സർക്കാർ ലക്ഷ്യം. സ്ഥാപനങ്ങൾക്കാവശ്യമായ അഭിരുചിയുള്ള തൊഴിലാളികളെ ലഭ്യമാക്കാനും മികച്ച സ്ഥാപനങ്ങളിൽ തൊഴിൽ കണ്ടെത്താൻ വിദ്യാർത്ഥികളെ സജ്ജരാക്കാനും ഇത്തരം പദ്ധതികൾ സഹായിക്കും. കേരളത്തെ നവവൈജ്ഞാനിക സമൂഹമാക്കുക എന്ന സർക്കാർ ലക്ഷ്യം ഉൾക്കൊണ്ട് പ്രാവർത്തികമാക്കിയ പദ്ധതിയാണ് ജെൻ റോബോട്ടിക്സ്. പഠനത്തോടൊപ്പം എക്സ്പീരിയൻസ് ലേണിംഗ് പ്രധാനമാണ്. അത് ഉറപ്പുവരുത്തുന്നതാണ് ഇൻഡസ്ട്രി ഓൺ ക്യാമ്പസ് പദ്ധതി. സാങ്കേതിക മേഖലയിൽ ഏറ്റവും നേട്ടമുണ്ടാക്കുന്നവരാണ് ഏറ്റവും ശക്തരാവുകയെന്നും മന്ത്രി പറഞ്ഞു. സാധ്യമാകുന്ന ഈ പദ്ധതി പഠനത്തോടൊപ്പം അല്പം സമ്പാദിക്കുക, തൊഴിലിനോടുള്ള താല്പര്യം വർദ്ധിപ്പിക്കുക എന്നീ ലക്ഷ്യങ്ങൾ സംയോജിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. ഇൻഡസ്ട്രി ഓൺ ക്യാമ്പസിന്റെ ഭാഗമായി ഇൻഡസ്ട്രിക്ക് ആവശ്യമായ സ്കിൽ എന്തെന്ന് മനസ്സിലാക്കി ആ നൈപുണ്യം വികസിപ്പിക്കുന്നതിനും ഇൻഡസ്ട്രി അക്കാദമിയ ഇന്റർഫേസ് ശക്തിപ്പെടുത്തിക്കൊണ്ട് 3 വർഷങ്ങൾക്ക് മുമ്പ് ഓട ശുചീകരിക്കുന്നതിനിടെ മരണപ്പെട്ട നൌഷാദിന്റെ ദാരുണാനുഭവത്തിന് ശേഷം ഒരു സംഘം വിദ്യാർത്ഥികൾ രൂപകൽപ്പന ചെയ്ത ഓട ശുദ്ധീകരണ റോബോട്ട് നിർമ്മാണമാണ് പദ്ധതി. വെഹിക്കിൾ മൗണ്ടഡ് റോബോട്ടിക് സ്കാവിഞ്ചിങ് യൂണിറ്റ് നിർമ്മാണമാണ് ഇവിടെ നടക്കുന്നത്. ചടങ്ങിൽ മലമ്പുഴ MLA A പ്രഭാകരൻ അധ്യക്ഷത വഹിച്ചു. സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ ഡോക്ടർ PR ഷാലിജ്, IOC സ്റ്റേറ്റ് കോർഡിനേറ്റർ ഡോക്ടർ M പ്രദീപ്, ജെൻ റോബോട്ടിക്സ്
CSO റനിൻ രാജേഷ്, കേരള സ്റ്റാർട്ടപ്പ് മിഷൻ പ്രൊജക്ട് ഡയറക്ടർ B. കാർത്തിക് പരശുറാം, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് K. ബിനുമോൾ, കൊടുമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ധനരാജ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പാച്ചിമടയിലെ കോള കമ്പനിക്ക് പറമ്പിക്കുളത്ത് നിന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി വെള്ളം എത്തിച്ചു നൽകിയിരുന്നതായി വെളിപ്പെടുത്തൽ. കോള വിരുദ്ധ സമരത്തിന് നേതൃത്വം നൽകിയെന്ന് അവകാശപ്പെടുന്ന കെ കൃഷ്ണൻകുട്ടി രഹസ്യമായി കോള കമ്പനിക്കൊപ്പമായിരുന്നു എന്ന വെളിപ്പെടുത്തൽ വിവാദമായിരിക്കുകയാണ്. നാഷണൽ ജനതാദൾ സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോൺ ജോണാണ് കഴിഞ്ഞ ദിവസം പാലക്കാട് നടന്ന പുസ്തക പ്രകാശന ചടങ്ങിൽ താൻ കമ്പനിയുടെ അഭിഭാഷകനായിരിക്കെ നടത്തിയ കെ കൃഷ്ണൻകുട്ടിയുടെ ഇടപെടലിനെക്കുറിച്ച് വെളിപ്പെടുത്തിയത്. പ്ലാച്ചിമടയിൽ വൻതോതിൽ ജലചൂഷണം നടത്തിയ കമ്പനിക്ക് അനുകൂല നിലപാടായിരുന്നു കെ കൃഷ്ണൻകുട്ടി സ്വീകരിച്ചിരുന്നതെന്ന് ജോൺ ആരോപിച്ചു. 1991 ജനതാദൾ ഭരിക്കുന്ന പെരുമാട്ടി പഞ്ചായത്തിലാണ് കൊക്കക്കോള കമ്പനി സ്ഥാപിതമായത്. 64 കുഴൽക്കിണറുകളിൽ നിന്ന് വെള്ളമൂറ്റുകയും മാലിന്യം കമ്പനി പുറന്തള്ളുന്നുവെന്നും ആരോപിച്ച് 2002 ആഗോള ശ്രദ്ധ നേടിയ പ്ലാച്ചിമട കോളവിരുദ്ധ സമരം ആരംഭിച്ചു. കോള കമ്പനിക്കകത്ത് കുഴൽക്കിണറില്ല. കമ്പനി 10 മാസക്കാലം പറമ്പിക്കുളം ആളിയാർ കനാലിൽ നിന്ന് വെള്ളമൂറ്റി. പിന്നീട് 2 മാസം കൃഷ്ണൻകുട്ടി സ്വന്തം കിണറിൽ നിന്ന് വെള്ളം നൽകി. കമ്പനിക്കകത്തെ ഓപ്പൺ കിണറിൽ നിന്ന് വെള്ളമെടുക്കുകയായിരുന്നു. കൃഷിക്കാർക്കൊപ്പം നിന്ന കൃഷ്ണൻകുട്ടിക്ക് ഒറ്റുകാരൻ്റെ വേഷമായിരുന്നെന്ന വെളിപ്പെടുത്തലാണ് അഡ്വക്കേറ്റ് ജോൺ നടത്തിയത്. കൃഷ്ണദാസ് പറഞ്ഞു കൊക്കോല, ഞാൻ കൊക്കോലയുടെ കമ്പനിയുടെ വക്കീലായി, ഞാൻ പെപ്സിക്കോള കമ്പനിയുടെ വക്കീലാണ്, ഇവിടെ മാർക്കുട്ടിയപ്പോ 2 വലിയ മൾട്ടിനാഷണൽ കമ്പനിയുടെ വക്കീലായി. പക്ഷെ അത് രണ്ടും കൂട്ടിയതിന് മൂന്നാമതൊരു കഥയുണ്ട്. JC ബാബു എഴുതിയ കഥയുണ്ട്, കൃഷ്ണദാസ് പറഞ്ഞ സംഭവങ്ങളുണ്ട്, മൂന്നാമതൊരു സംഭവമുണ്ട്. അത് ഈ ആരും കാണാതെ പോയതാണ്. പാച്ചിമടയിൽ ജലമലിനീകരണം ഉണ്ടായിട്ടില്ല. കൊക്കോല കമ്പനിയുടെ വക്കീലാകുമ്പോ അങ്ങനെയല്ലേ പറയും എന്ന് പറയാം. പക്ഷേ ഞാൻ സ്ഥലത്ത് എത്രയോ പ്രാവശ്യം എല്ലാവരും പറഞ്ഞു 66 കുഴൽക്കിണറിൽ നിന്ന് വെള്ളം ഊറ്റിയെടുത്ത് 6 കുഴൽക്കിണർ അവര് വെള്ളമെടുത്തിരുന്നത് ഓപ്പൺ വെല്ലിന്ന 3 ഓപ്പൺ വെല്ലാണ്. ആരും കണ്ടില്ല. ആളിയാർ പദ്ധതിയുടെ വലിയൊരു കനാൽ, സബ് കനാല് ഇതിന്റെ അതിർത്തിയിലൂടെ ഒഴുകിയാണ്. 20 അടി വീതിയുള്ള വലിയ ഒരു കനാല്. ഒരു കൊല്ലത്തിൽ 10 മാസവും നിറഞ്ഞൊഴുകുന്ന കനാൽ. ആ കനാലിലെ വെള്ളം കൊക്കോല കമ്പനിയുടെ കിണറിൽ വരുമ്പോൾ അതാണ് അവരെടുത്ത് ഉപയോഗിച്ചത്. 2 മാസം ആ കനാലിൽ വെള്ളം വരില്ല. ആ കാലഘട്ടത്തിലാണ് കൊക്കോല കമ്പനിക്ക് കെ കൃഷ്ണൻകുട്ടി വെള്ളം കൊടുത്തിരുന്നത്. അതേപോലെ ടാങ്കറിൽ വെള്ളം, മന്ത്രി ഉണ്ടല്ലോ, അതേമാതിരി പൂളിൽ വെള്ളം കൊടുത്തിരുന്നു. കമ്പനിക്ക് എത്രയോ കാലം വെള്ളം കൊടുത്ത് ലക്ഷങ്ങളോ ഒക്കെ സമ്പാദിച്ച ആളാണ്. അപ്പോ അത് വെള്ളം എടുത്തിരുന്നത് ഈ കനാലിൽ നിന്നാണ്. ആ കനാലിൽ നിന്ന് കിണറിൽ ഊരി വരുന്ന വെള്ളമാണ്. ഇത് വേറൊരു കഥ. കൊക്കോല കമ്പനി നടത്തിയ ജലമലിനീകരണം ഉണ്ടായില്ല എന്ന് കൊക്കോല കമ്പനിയുടെ വക്കീൽ പറഞ്ഞ ഒരു മനുഷ്യനും അംഗീകരിച്ച് നല്ലപോലെ അറിയാം. മൈലമ്മയുടെ കഥ അതാണ്. മൈലമ്മയ്ക്ക് സംഭവിച്ച അതാണ്. അത് കൊണ്ടു നടന്ന് വിറ്റവർ, അതിനെ കച്ചവടമാക്കിയവർ, സമരത്തെ വിറ്റ് പണമാക്കിയവർ, അവര് മൈലമ്മയെ തള്ളിക്കളഞ്ഞപ്പോഴാണ് NN കൃഷ്ണദാസ് അവരെ കണ്ടത്, സംരക്ഷിച്ചത്. അപ്പൊ നമ്മൾ കാണാത്തത് പലതുമുണ്ട് നമ്മുടെ നാട്ടിൽ. കാണാതെ പോയ പലതും രംഗത്ത് കൊണ്ടുവന്ന ഒരു വലിയ പ്രതിഭയാണ് ജഗദീഷ് ബാബു. പ്ലാച്ചിമട സമരനായിക മൈലമ്മയും മറ്റുള്ളവരും കെ കൃഷ്ണൻകുട്ടിയുമായി തെറ്റാനുണ്ടായ സാഹചര്യം CPM സംസ്ഥാന കമ്മിറ്റി അംഗം NN കൃഷ്ണദാസിന്റെ സാന്നിധ്യത്തിലാണ് അഡ്വക്കേറ്റ് ജോൺ വെളിപ്പെടുത്തിയത്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. തിരുവേഗപ്പുറയിൽ പഞ്ചായത്ത് ഭരണസമിതിയുടെ അനാസ്ഥ ആരോപിച്ച CPM ലൈഫ് ഭവന പദ്ധതി ഗുണഭോക്തൃ വിഹിതം ഉടൻ നൽകണമെന്നതുൾപ്പെടെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് CPM തിരുവേഗപ്പുറ പഞ്ചായത്ത് കമ്മിറ്റി ഗ്രാമപഞ്ചായത്ത് ഓഫീസ് മാർച്ച് നടത്തി. റെഗുലറൈസ് ചെയ്ത പെർമിറ്റ് ഫീ തിരികെ നൽകണമെന്നും CPM ആവശ്യപ്പെട്ടു. വിവിധ വിഷയങ്ങൾ ഉയർത്തി നടത്തിയ മാർച്ചിൽ നിരവധി പേർ പങ്കെടുത്തു. പഞ്ചായത്ത് ഓഫീസിനു മുന്നിൽ മാർച്ച് പോലീസ് തടഞ്ഞു. പഞ്ചായത്ത് കാര്യാലയത്തിന് മുന്നിൽ നടന്ന പ്രതിഷേധ ധർണ CPM പട്ടാമ്പി ഏരിയ സെക്രട്ടറി T. ഗോപാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. യാതൊരു സംശയവും വേണ്ട, ഇവരിത് പഠിച്ചതാണ്. നോക്ക്, നിങ്ങൾ വേറെ 2-3 കാര്യം ഞാൻ പറയാം. ഇവരൊക്കെ പഠിച്ച് ബോധപൂർവം ചെയ്യാണ്. 2-3 കാര്യം. ഒന്ന്, ഈ പഞ്ചായത്തില് ഗവൺമെന്റിന്റെ പദ്ധതികൾ തുരങ്കം വയ്ക്കുന്നു. 2, ഇവർ കട്ടപിടിച്ച അഴിമതി നടത്തുന്നു. 3, ഈ പഞ്ചായത്തെ വികസനം മുരടിക്കുന്നു. ഈ 3 ഞങ്ങൾ ഇവിടെ ഉന്നയിക്കുന്നത്. നമ്മുടെ പഞ്ചായത്തിൽ ഞാൻ നേരത്തെ ഗ്രാമീണ റോഡുകളെ കുറിച്ച് പറഞ്ഞു. ബിജു അധ്യക്ഷത വഹിച്ചു. PK സതീശൻ മാസ്റ്റർ, മനോജ്,
MV അനിൽകുമാർ, VTA കരീം, AP ബഷീർ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. കക്ഷി രാഷ്ട്രീയമില്ലാത്ത കോൺഗ്രസുകാരനാണ് താനെന്ന് മുൻ MLA AV ഗോപിനാഥ്. പെരിങ്ങോട്ടുകുറിശ്ശിയിൽ BJP വിട്ട AV ഗോപിനാഥ് നയിക്കുന്ന ജനകീയ വികസന മുന്നണിയിൽ ചേർന്ന 50ഓളം പ്രവർത്തകർക്ക് നൽകിയ സ്വീകരണ ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പാർട്ടിയിൽ ഇല്ലാത്ത ഒരാളെ പുറത്താക്കിയെന്ന വൈരുദ്ധ്യപരമായ തീരുമാനത്തിൽ കോൺഗ്രസ് പാർട്ടിയുടെ ഗതികേടിന് വിധേയനാകേണ്ടി വന്ന വ്യക്തിയാണ് താനെന്നും മുൻ MLAയും മുൻ DCC പ്രസിഡന്റുമായ ഗോപിനാഥ് പറഞ്ഞു. 60-65 വർഷമായി കോൺഗ്രസിന്റെ സജീവ പ്രവർത്തകർ നേതൃത്വത്തിൽ നിന്നാണ്. അതോടൊപ്പം തന്നെ 2 തവണ എന്നെ പുറത്താക്കുകയും ചെയ്തിട്ടുണ്ട്. കോൺഗ്രസിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് രാജിവെച്ചാണ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കുക എന്നത് പെരുകൂട്ടുശിയുടെ മഹാഭാഗ്യമായി ഞാൻ കണക്കാക്കിയത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പിടിച്ചുകൊണ്ടുവന്ന് സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം മഹാത്മജി പല രേഖകളിലും സൂചിപ്പിച്ചു. ഭരണം വന്നതിന്റെ അനുമതിയെ എതിർക്കുക എന്നുള്ളത് അടുത്ത ലക്ഷ്യമായിരിക്കും എന്ന് സൂചിപ്പിച്ചാണ് മഹാത്മാജി. ഗോപിനാഥിന്റെ നേതൃത്വത്തിൽ പെരിങ്ങോട്ടുകുറിശ്ശിയിൽ രൂപീകൃതമായ ജനകീയ വികസന മുന്നണിയിൽ ചേരുന്ന BJP ജില്ലാ കമ്മിറ്റി അംഗം സുരേന്ദ്രൻ തരൂരിനെയും മറ്റ് 50ഓളം ഭാരവാഹികളെയും പ്രവർത്തകരെയും സ്വീകരിക്കുന്ന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു ഗോപിനാഥ്. പഞ്ചായത്ത് പ്രസിഡന്റ് KM കേരളകുമാരി ഉദ്ഘാടനം ചെയ്തു. അവരുടെ സഹപ്രവർത്തകർ ഒന്നിച്ച് വന്ന ഈ വേദി പങ്കിട്ടതിൽ വളരെയധികം സന്തോഷം അറിയിക്കുകയാണ്. അതുപോലെ തന്നെ മറ്റു വേദിയിലുള്ള മെമ്പർമാർ, ബാങ്ക് ഡയറക്ടർമാർ, സദസ്സിനെ ധന്യമാക്കി തീർത്തിട്ടുള്ള എല്ലാവരും ഈ പുതുവർഷത്തിൽ നല്ലൊരു പെരിങ്ങോട്ടുകുറിശ്ശി ഗ്രാമപഞ്ചായത്തിന്റെ വികസന പ്രവർത്തനത്തിന് വേണ്ടി ചുക്കാൻ പിടിക്കുന്നതിനും ഇത്രയും കാലം ഈ ഗ്രാമപഞ്ചായത്ത് നയിച്ചത് AV ഗോപിനാഥ് അവർകളാണ്. KP ശ്രീധരൻ അധ്യക്ഷത വഹിച്ചു. BJP വിട്ട് വികസന മുന്നണിയിൽ ചേർന്ന സുരേന്ദ്രൻ തരൂർ സ്വീകരണത്തിൽ മറുപടി പ്രസംഗം നടത്തി. കക്ഷി രാഷ്ട്രീയം കൊണ്ട് നാടിനും നാട്ടുകാർക്കും രക്ഷയില്ലെന്നും അതുകൊണ്ടാണ് വികസന മുന്നണിയിൽ ചേർന്നതെന്നും സുരേന്ദ്രൻ പറഞ്ഞു. എന്നുള്ള ഉദ്ദേശത്തോടുകൂടിയാണ് നിങ്ങളെല്ലാവരും ജനമുന്നണിയിൽ ചേർന്ന് സംഘടന എന്ന് പറയുമ്പോൾ ഏത് സംഘടനയായതുകൊണ്ട്, ഏത് രാഷ്ട്രീയ പാർട്ടി ആയതുകൊണ്ട്, ഏതായിക്കൊണ്ട് ഏത് സംഘടനയായാലും അതിനൊരു ലക്ഷ്യമാണ്, അതിനുള്ള സിസ്റ്റമാണ്. ഇതൊന്നുമില്ലാതെ അടിയോടൊപ്പില്ലാതെ അടിത്തറയില്ലാതെ പ്രവർത്തിക്കുന്ന ഏതും മുന്നോട്ട് പോകില്ല എന്ന് മാത്രമല്ല ഭരണസമിതി വരെ എത്താനും കഴിയില്ല. ചടങ്ങിന് അൻസ്വാർ സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. വിദ്യാർത്ഥികളിൽ മാനസിക സംഘർഷങ്ങൾ കൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ അടിയന്തരമായി പരിഹരിക്കുന്നതിന്റെ ഭാഗമായി പുതിയ പ്രൊജക്ട് തയ്യാറാക്കി. പട്ടാമ്പി MLAയുടെ ശ്രദ്ധാ പദ്ധതിയിൽ ഉൾപ്പെടുത്തി മാനസമിത്ര എന്ന പേരിലാണ് പ്രൊജക്ട് റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. ഈ റിപ്പോർട്ട് ഉടൻ വിദ്യാഭ്യാസ വകുപ്പിന് സമർപ്പിക്കും. ഇതിന്റെ ഭാഗമായി MLAയുടെ നേതൃത്വത്തിൽ പ്രധാനാധ്യാപകർ, PTA പ്രസിഡന്റ് അടക്കമുള്ളവരുടെ യോഗം ചേർന്നു. വിദ്യാർത്ഥികൾ നേരിടുന്ന മാനസിക സംഘർഷങ്ങൾ, ആത്മഹത്യാ പ്രേരണ, വിവിധതരം ബുദ്ധിമുട്ടുകൾ എന്നിവ കണ്ടെത്തി പരിഹരിക്കുന്നതിനും ഏതെല്ലാം തരത്തിൽ തരണം ചെയ്യണമെന്നും കണ്ടെത്തുന്നതിനുമായാണ് മുഹമ്മദ് മുഹസിൻ MLAയുടെ നേതൃത്വത്തിൽ പദ്ധതി തയ്യാറാക്കുന്നത്. വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി V. ശിവൻകുട്ടിയുടെ നിർദ്ദേശത്തെ തുടർന്നാണ് മണ്ഡലം കേന്ദ്രീകരിച്ച് പഠനം നടത്തി പദ്ധതി രൂപീകരിക്കുന്നത്. പട്ടാമ്പി MLA നടപ്പാക്കുന്ന ശ്രദ്ധ പദ്ധതിയിൽ ഉൾപ്പെടുത്തി മാനസമിത്ര എന്ന പേരിലാണ് പദ്ധതി തയ്യാറാക്കുന്നത്. പദ്ധതിയുമായി ബന്ധപ്പെട്ട് മണ്ഡലത്തിലെ വിവിധ സ്കൂളുകളുടെ അധ്യാപകരുടെ യോഗം തിങ്കളാഴ്ച ഉച്ചതിരിഞ്ഞ് പട്ടാമ്പി BRC ഹാളിൽ വെച്ച് ചേർന്നു. മുഹമ്മദ് മുഹസിൻ MLA യോഗം ഉദ്ഘാടനം ചെയ്തു. കാര്യങ്ങൾ നമുക്കെല്ലാവർക്കും അറിയാം. മെൻ്റൽ ഹെൽത്ത് വെൽബീയിങ് വളരെ പ്രധാനപ്പെട്ടതാണ്. വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായി, നമ്മുടെ സ്കൂൾ എഡ്യൂക്കേഷൻ്റെ ഭാഗമായി അതിനെ ഇൻഡയറക്റ്റായിട്ടുള്ള പല കാര്യങ്ങളും നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയുന്നതാണ്, നമ്മുടെ നാട് സൂയിസൈഡ് റിസ്ക് ഫാക്ടറുള്ള ഒരു നാട് കൂടിയാണ്. അത് മെൻ്റൽ ഹെൽത്തിൻ്റെ പല സ്റ്റാറ്റിസ്റ്റിക്സുകളും പറയുന്നുണ്ട്.
ഈ അടുത്ത കാലത്തായി പല ആത്മഹത്യകളും പലപ്പോഴും വരുന്നത് നമ്മൾ കണ്ടു. ആത്മഹത്യ എപ്പോഴും നമുക്കറിയാം ഒരു ക്രൈ ഫോർ ഹെൽപ്പാണ്, ഒരു സഹായത്തിന് വേണ്ടിയിട്ടുള്ള കരച്ചിലാണ് ആത്മഹത്യ. പലപ്പോഴും സമയബന്ധിതമായിട്ട് അത് കിട്ടാതിരിക്കുമ്പോഴാണ് അത്തരത്തിൽ ആത്മഹത്യ അടക്കമുള്ള കാര്യങ്ങൾ നടക്കുന്നത്. പ്രൊജക്റ്റ് പൂർത്തിയാക്കിയ ശേഷം പഠനം നടത്തി ഉടൻ വിദ്യാഭ്യാസ വകുപ്പിന് കൈമാറാനാണ് ലക്ഷ്യം. യോഗത്തിൽ പട്ടാമ്പി നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി അധ്യക്ഷയായി. ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രതി ഗോപാലകൃഷ്ണൻ, പട്ടാമ്പി എ.ഇ.ഒ ബാബുരാജ്, ഷൊർണൂർ എ.ഇ.ഒ ബിന്ദു, സ്മിത, കെ.പി. ഫാറൂഖ് തുടങ്ങിയവർ സംസാരിച്ചു. കെ.പി. ആസിഫ് പ്രൊജക്റ്റ് വിശദീകരണവും നടത്തി. മണ്ഡലത്തിലെ വിവിധ സ്കൂളുകളിലെ പ്രധാനാധ്യാപകർ, PTA പ്രസിഡന്റുമാർ, MTA പ്രസിഡന്റുമാർ, സ്കൂൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന കൗൺസിലർമാർ തുടങ്ങിയവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ പട്ടാമ്പി. പൊതുമേഖലാ ബാങ്കിംഗ് സംവിധാനം നിലനിർത്താനുള്ള നടപടികൾ കേന്ദ്ര സർക്കാർ കൈക്കൊള്ളണമെന്ന് SBI പെൻഷനേഴ്സ് അസോസിയേഷൻ ജനറൽ ബോഡി യോഗം ആവശ്യപ്പെട്ടു. പാലക്കാട് നടന്ന യോഗം SBI റീജിയണൽ മാനേജർ TM മനോജ് ഉദ്ഘാടനം ചെയ്തു. വിദേശ ബാങ്കുകൾക്ക് ഇന്ത്യൻ വിപണി കീഴടക്കാനുള്ള നയമാണ് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നതെന്ന് അസോസിയേഷൻ നേതാക്കൾ ആരോപിച്ചു. കുത്തകകളുടെ കുടിശ്ശിക എഴുതിത്തള്ളൽ ഭാവിയിൽ പൊതു ബാങ്കിംഗ് സംവിധാനത്തെ തകർക്കും. ഓരോ വർഷവും വരുന്ന ആയിരക്കണക്കിന് ഒഴിവുകൾ നികത്തപ്പെടുന്നില്ല. വിരമിച്ചവർക്ക് കാലാകാലങ്ങളിൽ ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ ലഭിക്കാത്ത സ്ഥിതിക്കെതിരെ പോരാട്ടമല്ലാതെ മറ്റ് മാർഗമില്ലെന്നും യോഗം ഉദ്ഘാടനം ചെയ്ത SBI റീജിയണൽ മാനേജർ TM മനോജ് പറഞ്ഞു. പ്രസിഡന്റ് PP ശ്രീനിവാസൻ അധ്യക്ഷത വഹിച്ചു. P അച്യുതനുണ്ണി, K സരോജം, PM ഗോവിന്ദൻ, U വേണുഗോപാൽ, N രാമമൂർത്തി, P വേലായുധൻ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ പാലക്കാട്. പാലം നിലം പൊത്തിയിട്ട് ഒരു വർഷമായിട്ടും നടപടിയെടുക്കാത്ത സർക്കാരിന്റെ നടപടിക്കെതിരെ മങ്കരയിൽ കോൺഗ്രസ് നേതൃത്വത്തിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു. കഴിഞ്ഞ പ്രളയത്തിലാണ് മങ്കര പെരുമഞ്ചിറ പാലം നിലം പൊത്തിയത്. മങ്കരയിൽ നിന്നും കേരളശ്ശേരി, കോങ്ങാട് പഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന റോഡാണിത്. നിരവധി വാഹനങ്ങളും സ്കൂൾ വാഹനങ്ങളും കടന്നുപോകുന്ന റോഡ് കൂടിയാണ്. തോട്ടുപാലം തകർന്നതോടെ ഒരു വർഷമായി ഈ വഴിയുള്ള ഗതാഗതവും നിലച്ചിരിക്കുകയാണ്. ഇരുചക്ര വാഹനങ്ങൾ മാത്രമാണ് ഓരം ചേർന്ന് കടന്നുപോകുന്നത്. വർഷം ഒന്നായിട്ടും പാലം നവീകരിക്കാൻ സർക്കാർ അനുവാദം ലഭിച്ചില്ലെന്ന് കോൺഗ്രസ് ആരോപിക്കുന്നു. 90 ലക്ഷം രൂപയുടെ എസ്റ്റിമേറ്റ് തയ്യാറാക്കി സർക്കാരിന് സമർപ്പിച്ചിട്ടുണ്ടെങ്കിലും സർക്കാർ അനുമതി ലഭിക്കാത്തതിനാലാണ് കാലതാമസമെന്നും കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു. യുദ്ധകാലാടിസ്ഥാനത്തിൽ MLA ഇടപെട്ട് അനുമതി ലഭ്യമാക്കാൻ നടപടി ഉണ്ടാകണമെന്നും ഉടൻ പാലം പണി ആരംഭിക്കണമെന്നും സമരക്കാർ ആവശ്യപ്പെട്ടു. അധികൃതരുടെ ഭാഗത്തു നിന്നും വളരെ ദയനീയമായ അനാസ്ഥയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഈ പാലത്തിന് ഇത്രയും മാസങ്ങൾ കഴിഞ്ഞിട്ടും ഇത് സഞ്ചാരയോഗ്യമാക്കാൻ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നോ അധികൃതരുടെ ഭാഗത്തു നിന്നോ യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. ഇവിടെ മങ്കര പഞ്ചായത്ത് ഭരിക്കുന്ന ഭരണസമിതി ഈ പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്ന് എന്താണോ ചെയ്യേണ്ടത് അതിൻ്റെ പരമാവധി ചെയ്ത് തീർത്തുകൊണ്ട് അതിനെ അധികൃതരുടെ കയ്യിലേക്ക് ആ രേഖകളെല്ലാം കൈമാറിയിട്ടുണ്ട്. എന്നാൽ സംസ്ഥാന സർക്കാരും MLAയും ഉൾപ്പെടെ എടുക്കേണ്ട തീരുമാനങ്ങൾ എടുക്കാത്തതുകൊണ്ടും അതിൻ്റെ കാലതാമസം കൊണ്ട് മാത്രമാണ് ഈ പാലം ഇനിയും നിർമ്മിക്കാത്തത്. മണ്ഡലം പ്രസിഡന്റ് N അച്യുതൻകുട്ടി, VK രമേശ്, മുഹമ്മദ്, KC സന്തോഷ്, പഞ്ചായത്ത് അംഗം KB വിനോദ് കുമാർ എന്നിവർ സമരത്തിന് നേതൃത്വം നൽകി. എന്നാൽ പഞ്ചായത്ത് ചെയ്യേണ്ട നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുകയും 90 ലക്ഷം രൂപയുടെ എസ്റ്റിമേറ്റ് തയ്യാറാക്കി ചീഫ് എഞ്ചിനീയർക്ക് സമർപ്പിച്ചിട്ട് മാസങ്ങളായിട്ടുണ്ടെന്നും സർക്കാർ അനുമതി ലഭിക്കാത്തതാണ് കാലതാമസം നേരിടുന്നതെന്നും സ്ഥലം സന്ദർശിച്ച പഞ്ചായത്ത് പ്രസിഡന്റ് MN ഗോകുൽദാസ് അറിയിച്ചു. അതുകൊണ്ട് തന്നെ അത് ഈ വർഷത്തെ വർക്കിൽ ഉൾപ്പെടുത്തുന്നതിന് വേണ്ട നടപടികൾ സ്വീകരിച്ചുകൊണ്ട് പാലക്കാട്ട് നിന്നും തിരുവനന്തപുരത്ത് സിയുടെ ഓഫീസിൽ ഈ ഫയൽ എത്തി ഇരിക്കുകയാണ്. 90 ലക്ഷം രൂപ ആവശ്യമുള്ളതുകൊണ്ട് സർക്കാരിൻ്റെ അനുമതി ലഭിച്ചാൽ മാത്രമാണ് ഈ പാലം പണിയുന്നതിനായിട്ട് കഴിയുള്ളൂ. പഞ്ചായത്തുകളെ സംബന്ധിച്ചിടത്തോളം നമുക്കൊക്കെ അറിയാം, പഞ്ചായത്തിൻ്റെ ഫണ്ടുകൾ വെട്ടിച്ചുരുക്കിക്കൊണ്ട് പഞ്ചായത്ത് ഭരണം നല്ല രീതിയിൽ നടപ്പിലാക്കാൻ പോലും കഴിയാത്ത ഒരു സാഹചര്യം ഇന്ന് നിലനിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ 90 ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ട് ഈ പാലം പണിയെടുക്കാൻ പഞ്ചായത്തിന് കഴിയാത്ത ഒരു സാഹചര്യം നിലനിൽക്കുകയാണ്. അതുകൊണ്ട് അടിയന്തരമായി MLA ഈ കാര്യത്തിൽ ഇടപെട്ടിട്ട് ഈ 90 ലക്ഷം രൂപ പാസാക്കി ഈ വേനൽക്കാലത്ത് തന്നെ ഈ പണി പൂർത്തീകരിച്ചാൽ മാത്രമാണ് അടുത്ത വർഷത്തേക്ക് ഈ പദ്ധതിയുടെ ഗുണം ലഭിക്കുകയുള്ളൂ. ന്യൂസ് ബ്യൂറോ പത്രിപ്പാല. മണ്ണൂർ വടക്കുംപാടത്ത് ബ്ലോക്ക് ഗ്രാമപഞ്ചായത്തുകളുടെ സംയുക്താഭിമുഖ്യത്തിൽ സജ്ജമാക്കിയ കളിസ്ഥലം നാടിന് സമർപ്പിച്ചു. കളിക്കളത്തിന്റെ ഉദ്ഘാടനം പാലക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് V സേതുമാധവൻ നിർവഹിച്ചു. പാലക്കാട് ബ്ലോക്ക് പഞ്ചായത്തിന്റെ 20 ലക്ഷവും മണ്ണൂർ പഞ്ചായത്തിന്റെ 2 ലക്ഷവും ഉൾപ്പെടെ 22 ലക്ഷം രൂപ ചെലവിലാണ് മണ്ണൂരിൽ
വടക്കുംപാടത്ത് കളിസ്ഥലം സജ്ജീകരിച്ചത്. കളിസ്ഥലത്തിൻ്റെ ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി സേതുമാധവൻ നിർവഹിച്ചു. പഞ്ചായത്തിൻ്റെയും ഗ്രാമപഞ്ചായത്തിൻ്റെയും ഒക്കെ തന്നെ സംയുക്ത ഭാഗമായിട്ട് ഇവിടെ ഒരു വലിയ രൂപത്തിൽ ഇങ്ങനൊരു സംവിധാനം ഉണ്ടാക്കിയെടുത്തത് ഇത് ഒരു നല്ല രൂപത്തിലാക്കിയെടുക്കാൻ ഇനിയും ഇതിലേക്ക് ഫണ്ട് വേണം. അത് നമുക്ക് ഭാവിയിൽ തീർച്ചയായും അതൊക്കെ ഫണ്ടൊക്കെ ഈ ത്രിതല പഞ്ചായത്ത് സംവിധാനം ഉള്ളതുകൊണ്ട് അതും കൂടി ചെയ്യാൻ കഴിയും. അങ്ങനെ എല്ലാ അർത്ഥത്തിലും നമ്മുടെ അടിസ്ഥാന സൗകര്യങ്ങൾ, വീട്, കുടിവെള്ളം, വൈദ്യുതി, അങ്ങനെ തുടങ്ങിയിട്ടുള്ള റോഡ് തുടങ്ങിയിട്ടുള്ള എല്ലാ ആവശ്യങ്ങളും ഏറെക്കുറെ നിറവേറ്റിക്കൊണ്ട് പോവുകയാണ്. പഞ്ചായത്തിലെ ആദ്യ കളിസ്ഥലമാണ് ഇതോടെ യാഥാർത്ഥ്യമായത്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റിനെയും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനെയും ബ്ലോക്ക് മെമ്പറെയും വാർഡിനു വേണ്ടി മെമ്പർ ഷഫീന നജീബ്, വിജയൻ, ശ്രീദേവി എന്നിവർ പൊന്നാടയണിയിച്ച് ആദരിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് അനിത അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് ഒ വി സ്വാമിനാഥൻ, ബ്ലോക്ക് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എസ് അബ്ദുൽ മുത്തലീബ്, ബ്ലോക്ക് അംഗം രജനി, പി സി സുമ, ടി ആർ ശശികുമാർ, എസ് ജെ നജീബ്, സേതുമാധവൻ, മനോജ്, എൻ എസ് ഫാറൂഖ്, എൻ എസ് ഹംസ തുടങ്ങിയവർ പ്രസംഗിച്ചു. മെമ്പർ ഷഫീന നജീബ് സ്വാഗതവും ഗണേശ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. പട്ടാമ്പി താലൂക്ക് ലൈബ്രറി കൗൺസിൽ വാർഷിക സെമിനാർ കൂറ്റനാട് നടന്നു. പുരോഗമന കലാസാഹിത്യ സംഘം സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എൻ മോഹനൻ ഉദ്ഘാടനം ചെയ്തു. സമൂഹത്തിൽ വായനശാലകളുടെ ഉത്തരവാദിത്വം ഇന്ന് വളരെ വലുതാണെന്ന് പി എൻ മോഹനൻ ചൂണ്ടിക്കാട്ടി. പട്ടാമ്പി താലൂക്ക് ലൈബ്രറി കൗൺസിലിന്റെ വാർഷിക സെമിനാറും പ്രതിഭാ ആദരവും വായനോത്സവ വിജയികൾക്കുള്ള സമ്മാന വിതരണവുമാണ് കൂറ്റനാട് തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് ഓഡിറ്റോറിയത്തിൽ നടത്തിയത്. പുരോഗമന കലാസാഹിത്യ സംഘം സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എൻ മോഹനൻ സെമിനാർ ഉദ്ഘാടനം ചെയ്തു. സാമൂഹ്യരംഗത്തെ വായനശാലയുടെ ഉത്തരവാദിത്വം വളരെ വലുതാണെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു. കൊടുക്കുന്നു, എടുക്കുന്നു, കൊടുക്കുന്നു, വാങ്ങുന്നു, സൂക്ഷിക്കുന്നു, അതിനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കുന്നു. ഈ കേവലമായ പ്രവർത്തനമാണ് ഗ്രന്ഥശാലകളുടെ പ്രവർത്തനം എന്നുള്ള ആ സങ്കല്പനം തന്നെ പാടെ കൈവെടിഞ്ഞിട്ട് എങ്ങനെ നമുക്ക് ഗ്രന്ഥശാലകളെ സാമൂഹിക സംസ്കാരത്തിന്റെ സ്ഥിരാകേന്ദ്രങ്ങളാക്കി മാറ്റാം എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ചില പ്രശ്നങ്ങളിലേക്ക് കഴിഞ്ഞ വർഷങ്ങളിൽ നമ്മൾ വന്നു കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ വിചാരിക്കുന്നത് അത്തരം വിഷയങ്ങളിൽ നിങ്ങൾക്ക് വിപുലമായിട്ടുള്ള ക്ലാസ്സുകൾ സമയാസമയം കിട്ടുന്നുണ്ടായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. അതുകൊണ്ട് അതിലേക്ക് പോകണമെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ സമകാലിക സാമൂഹിക സാംസ്കാരിക കേന്ദ്രങ്ങളായി മാറുക എന്നുള്ള ആശയം അത് വരുമ്പോഴാണ് എന്താണ് ഈ സാംസ്കാരിക കേന്ദ്രങ്ങൾ എന്നുള്ള വാക്കിന്റെ അർത്ഥപരിധിയിൽ എന്തൊക്കെയാണ് വരുന്നത്, അവിടെ വരുമ്പോഴാണ് നമ്മളെ ഉത്തരവാദിത്വങ്ങളുടെ വൈപുല്യം, നമ്മൾ മനസ്സിലാക്കുന്ന ഉത്തരവാദിത്വങ്ങളുടെ വിപുലമായ ഒരു മേഖലയിലേക്ക് നമ്മൾ വന്നെത്തുന്നത് അവിടെ വരുമ്പോഴാണ്. അതായത് സംസ്കാരം എന്നുള്ള വാക്ക്, സാംസ്കാരിക പ്രവർത്തനം എന്നാണ് നമ്മൾ പറയുന്നത്. നമ്മളുടെ ഗ്രന്ഥശാല പ്രശ്നം സാംസ്കാരിക പ്രവർത്തനമാണ്. നമ്മളൊക്കെ നടത്തുന്നത്, നമ്മളെല്ലാവരും ഒരേ മേഖലയിൽ പല രീതിയിൽ പ്രവർത്തിക്കുന്നു മാത്രമേ ഉള്ളൂ. വിഭാഗീയതയുടെ വൻമലകൾ എന്ന വിഷയം എൻ മോഹനൻ അവതരിപ്പിച്ചു. താലൂക്ക് ലൈബ്രറി കൗൺസിൽ വൈസ് പ്രസിഡന്റ് പി കെ ബാലചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. പുരസ്കാര ജേതാക്കളായ ബീന ആർ ചന്ദ്രൻ, ഫാസിൽ റസാഖ്, പി വി ശ്രീധരവാര്യർ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. ജില്ലാ ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് ടി കെ നാരായണദാസ് ഉപഹാരങ്ങൾ വിതരണം ചെയ്തു. താലൂക്ക് തല വായനാ മത്സര വിജയികൾക്കുള്ള സമ്മാനങ്ങളും ചടങ്ങിൽ വിതരണം ചെയ്തു. താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി സത്യനാഥൻ, ജില്ലാ പഞ്ചായത്ത് അംഗം വി പി ഷാനിബ, സംസ്ഥാന ലൈബ്രറി കൗൺസിൽ അംഗം എം കെ പ്രദീപ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. കേരള കലാമണ്ഡലം ഹോസ്റ്റലിൽ കുരങ്ങുകളുടെ ശല്യം മൂലം വിദ്യാർത്ഥികൾ വലയുന്നു. ഹോസ്റ്റലിന് പിറകുവശത്തെ കാട് കെട്ടിയ സ്ഥലമാണ് കുരങ്ങുകളുടെ താവളം. കണ്ണുതെറ്റിയാൽ കുരങ്ങന്മാർ ഹോസ്റ്റൽ മുറിയിൽ കയറുന്ന അവസ്ഥയാണിവിടെ. വിദ്യാർത്ഥികളുടെ ഹോസ്റ്റൽ ജീവിതത്തിന് പ്രതിസന്ധി സൃഷ്ടിക്കുകയാണ് കൂട്ടമായെത്തുന്ന കുരങ്ങുകൾ. ക്ലാസ് ദിനങ്ങളിൽ വിദ്യാർത്ഥികൾ ജനലടയ്ക്കാൻ മറന്നാൽ കുരങ്ങുകൾ മുറിക്കുള്ളിലേക്ക് കയറുകയും വിലപിടിപ്പുള്ള സാധന സാമഗ്രികളും മറ്റും നശിപ്പിക്കുകയും ചെയ്യുക പതിവാണ്. ഇതുകൊണ്ട് തന്നെ മറ്റെന്തു മറന്നാലും കുട്ടികളിപ്പോൾ ജനലടയ്ക്കാൻ മറക്കാറില്ല. ജനലിനരികിൽ വന്ന് പതുങ്ങിയിരിക്കുന്ന കുരങ്ങുകൾ ജനലിൽ തട്ടി ശബ്ദമുണ്ടാക്കിയാൽ ഉടൻ സ്ഥലം വിടും. കലാമണ്ഡലം അധികൃതരെ ഇക്കാര്യം അറിയിച്ചിട്ടും കാര്യമായ നടപടികളൊന്നും ഉണ്ടായിട്ടില്ല. വനം വകുപ്പ് അധികൃതരെ വിവരമറിയിച്ചിട്ടുണ്ടെന്നാണ് കലാമണ്ഡലം അധികൃതരുടെ വിശദീകരണം.
അടിയന്തരമായി നടപടി സ്വീകരിച്ചില്ലെങ്കിൽ കുരങ്ങുകളുടെ സാന്നിധ്യം മൂലം കുട്ടികൾക്ക് പലവിധത്തിലുള്ള അസുഖങ്ങളും വരാൻ സാധ്യതയുണ്ടെന്ന് ആരോഗ്യ പ്രവർത്തകർ പറയുന്നു. കുരങ്ങുകളുടെ ശല്യം തടയാൻ സത്വര നടപടിയുണ്ടാകണമെന്നാണ് ഹോസ്റ്റൽ വിദ്യാർത്ഥികളുടെ പ്രധാന ആവശ്യം. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ചെറുതുരുത്തി വെട്ടിക്കാട്ടിയിൽ യുവാക്കൾ സഞ്ചരിച്ചിരുന്ന ബൈക്ക് നിയന്ത്രണം തെറ്റിമറിഞ്ഞ് 3 പേർക്ക് ഗുരുതര പരിക്ക്. ചിലക്കര സ്വദേശികളായ സനൽ ബാബു, ഷിനോജ്, വിഷ്ണു എന്നിവർക്കാണ് പരിക്കേറ്റത്. ഞായറാഴ്ച രാത്രി 10 മണിക്കാണ് സംഭവം. ചേലക്കരയിൽ നിന്ന് ഷൊർണൂരിലേക്ക് യാത്ര ചെയ്യുന്നതിനിടെയാണ് ഇവർ സഞ്ചരിച്ചിരുന്ന ബൈക്ക് വെട്ടിക്കാട്ടിരി 15-ാം പാലത്തിന് സമീപം നിയന്ത്രണം തെറ്റി സമീപത്തുള്ള കാനയിലേക്ക് മറിഞ്ഞത്. ഗുരുതരമായി പരിക്കേറ്റ യുവാക്കളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. 2 പേരെ വടക്കാഞ്ചേരി ഗവൺമെൻറ് ആശുപത്രിയിലും ഒരാളെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലുമാണ് പ്രവേശിപ്പിച്ചത്. നാട്ടുകാരും ചെറുതുരുത്തി പോലീസും ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. ബൈക്ക് ഭാഗികമായി തകർന്നു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. കാരക്കാട് ഫ്രണ്ട്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെയും ഷൊർണൂർ ജനമൈത്രി പോലീസിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് നടത്തി. ഷൊർണൂർ പോലീസ് സർക്കിൾ ഇൻസ്പെക്ടർ വി രവികുമാർ ഉദ്ഘാടനം ചെയ്തു. നമുക്ക് വളരെ പ്രസക്തമായിട്ടുള്ള ഒരു വിഷയമാണ് ഈ പറഞ്ഞ ലഹരി വിരുദ്ധ ക്യാമ്പയിൻ. കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. കാലഘട്ടത്തിൻ്റെ ആവശ്യം ഇന്ന് പറയേണ്ടതല്ല, കുറേ കൂടെ മുമ്പേ പറഞ്ഞ് കുറേ കൂടെ നമ്മൾ മുന്നിൽ ഓടേണ്ടിയിരുന്ന ഒരു മാറ്ററാണിത്. ഇപ്പോൾ കുറച്ച് വൈകിപ്പോയി എന്നൊരു അഭിപ്രായം എനിക്ക് വ്യക്തിപരമായിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങളെല്ലാം നേരിട്ട് കണ്ട് അനുഭവിച്ചറിയുന്ന ഒരാളാണെന്നുള്ള നിലയ്ക്ക് അത്തരം ഒരു അഭിപ്രായം പറയുന്നതിൽ തെറ്റൊന്നുമില്ല. ചടങ്ങിൽ ഫ്രണ്ട്സ് ക്ലബ്ബ് പ്രസിഡന്റ് KP സുധീഷ് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി C ബിജു സ്വാഗതം പറഞ്ഞു. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ C രാജമോഹൻ വിഷയം അവതരിപ്പിച്ചു. സിവിൽ പോലീസ് ഓഫീസർ C സുമം, K രാധാകൃഷ്ണൻ, പുഷ്പ, PK സഞ്ജയൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ചുനങ്ങാട് വാണി വിലാസിനി LP സ്കൂൾ ശതാബ്ദി ആഘോഷങ്ങൾക്ക് സമാപനം. സമാപന ചടങ്ങും രക്ഷാകർതൃദിനവും K പ്രേംകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. വൈകുന്നേരം LKG വിദ്യാർത്ഥികളുടെ കലാസന്ധ്യയോടെയാണ് 100ാം വാർഷികാഘോഷ സമാപന പരിപാടികൾ ആരംഭിച്ചത്. തുടർന്ന് നടന്ന പൊതുയോഗം K പ്രേംകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. പ്രദേശത്തെ എല്ലാവരുമായും അതുപോലെ തന്നെ പഠിച്ച കുട്ടികളുമായും പൂർവ്വ വിദ്യാർത്ഥികളുമായും എല്ലാം നല്ല ഇടുകിച്ചേർന്ന ബന്ധമുള്ള ആ നിലയിൽ അടുപ്പം സൂക്ഷിക്കുന്ന ഒരു വിദ്യാലയമാണ്. വിദ്യാലയത്തിന്റെ പ്രവർത്തനങ്ങളിൽ ജനപ്രതിനിധികളും PTA-യും അധ്യാപകരും നാട്ടുകാരും എല്ലാം ഒരുമിച്ച് പ്രവർത്തിക്കുന്നതിന്റെ ഒട്ടനേകം ഉദാഹരണങ്ങൾ ഈ വിദ്യാലയത്തിന്റെ വളർച്ചയുടെ വിവിധ ഘട്ടങ്ങളിൽ നമുക്ക് ദർശിക്കാനാകും. അമ്പലപ്പാറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P വിജയലക്ഷ്മി ടീച്ചർ അധ്യക്ഷത വഹിച്ചു. വാണിരവം ചെയർമാൻ K രാമദാസ് മാസ്റ്റർ സ്വാഗതം പറഞ്ഞു. പ്രധാനാധ്യാപിക സന്ധ്യ റിപ്പോർട്ട് അവതരിപ്പിച്ചു. സ്കൂൾ മാനേജർ C സുബ്രഹ്മണ്യൻ സ്മരണികാ പ്രകാശനം നിർവഹിച്ചു. ചടങ്ങിൽ ഈ വർഷത്തെ സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവ് ദേവരാജൻ മാസ്റ്ററെ ആദരിച്ചു. വിദ്യാലയത്തിൽ പാർക്കിന്റെ ഉദ്ഘാടനം നടനും സംവിധായകനുമായ ശങ്കർ നിർവഹിച്ചു. ഇവിടെ വരുമ്പോൾ ഈ ഭാഗങ്ങളിലൊക്കെ എന്തെങ്കിലും ഉദ്ഘാടനവുമായിട്ടൊക്കെ അല്ലെങ്കിൽ ഇവിടെ വരുമ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നാറ്. എൻ്റെ കാരണം എൻ്റെ അച്ഛൻ അമ്പലപ്പാറയിൽ നിന്നാണ്, എൻ്റെ ഭാര്യ ചിത്രലക്ഷ്മി ഒറ്റപ്പാലത്തിൽ നിന്നാണ്. എൻ്റെ ഭാര്യ ഇപ്പോൾ UK-യിലാണ്. അവിടെ 10-20 ഡാൻസ് സ്കൂളുണ്ട്, 300 കുട്ടികൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇതുമായി ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ്. ഇനിയിപ്പോൾ എൻ്റെ അച്ഛൻ എപ്പോഴും പറയും, നീ ഇതിൽ ഒരു 100 വർഷം ആഘോഷിക്കുക, അല്ലെങ്കിൽ 100 വർഷം അതിൻ്റെ ഒരു ആഘോഷം, ഒരു സ്കൂൾ 100 വർഷം എന്നൊക്കെ പറയുമ്പോൾ അതെന്നും എപ്പോഴും സംഭവിക്കുന്ന കാര്യങ്ങളല്ല. ഒരു സിനിമ 100 ദിവസം ഓടും, പക്ഷെ ഇതിൽ 100 വർഷമാണ്. എൻ്റെ അച്ഛൻ എപ്പോഴും പറയാറുണ്ട്, അന്നത്തെ കാലത്ത് അവരൊക്കെ ഒരു 1930-35 സ്കൂളിൽ പഠിച്ചിട്ടുള്ള ആൾക്കാരാണ്. അപ്പം അന്ന് സ്കൂളിലേക്ക് നടന്നാണ് പോകുന്നത്. 8-10 കിലോമീറ്റർ ഇതിൽ നടക്കും. LSS വിജയിയെ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് T ശശികുമാർ അനുമോദിച്ചു. പഞ്ചായത്ത് അംഗങ്ങളായ P ഗംഗാധരൻ, M സുരേന്ദ്രനുണ്ണി, വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളായ U രാജഗോപാൽ, P വേണുഗോപാൽ, KK സാജൻ, BRC പരിശീലകൻ PM വെങ്കിടേശ്വരൻ, ഒറ്റപ്പാലം AEO C ശാന്തകുമാരി, PK വിജയകുമാരി ടീച്ചർ,
പ്രധാനാധ്യാപിക KS രമാഭായ്, PTA പ്രസിഡന്റ് K മുഹമ്മദ് ഷക്കീർ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. ശക്തമായ കാറ്റിൽ വീട് തകർന്നതോടെ തലചായ്ക്കാൻ ഇടമില്ലാതെ കഴിയുകയാണ് നിർധനരായ 4-അംഗ കുടുംബം. മണ്ണൂർ കൊട്ടക്കുന്ന് നെല്ലിക്കുന്ന് വീട്ടിൽ VP കാസിന്റെ വീടാണ് ഒരു ഭാഗം തകർന്നത്. 40 വർഷത്തോളം പഴക്കമുള്ള മൺചുമരിൽ നിർമ്മിച്ച വീടാണിത്. അവശേഷിക്കുന്ന ഭാഗത്തെ ചുമരുകൾ വിണ്ടുകീറി നിലം പതിക്കാറായ അവസ്ഥയിലാണ്. മേൽക്കൂര ചിതലരിച്ച് വീഴാറായ അവസ്ഥയിലുമാണ്. വീടിന്റെ ഒരു വശം ഇടിഞ്ഞു വീണതോടെ 4-അംഗ കുടുംബത്തിന് ഇതിനകത്ത് അന്തിയുറങ്ങാൻ കഴിയാത്ത അവസ്ഥയാണ്. ഞങ്ങൾ 4 പേര് കൂടി താമസിക്കുന്ന വീടാണിത്. ഇതിപ്പോൾ ഒരാഴ്ച 4 ദിവസം മുന്നേ കാറ്റിൽ വീണു. ഓടൊക്കെ താഴ്ത്തിറക്കി വെച്ചിരിക്കുന്നു. ബാക്കിയുള്ളതുണ്ടെങ്കിൽ എപ്പോഴാണ് വീഴുമെന്ന് അറിയില്ല. അപ്പോൾ എന്നാൽ എല്ലാവരും എനിക്ക് വേണ്ടി പ്രത്യേകം സഹായിക്കണം. കഴിഞ്ഞ ലൈഫിൽ ഞാൻ കൊടുത്തതാണ്, അത് കണക്കിൽ വന്നിട്ടില്ല. അപ്പോൾ പ്രത്യേകം എല്ലാവരും ഒന്ന് ശ്രദ്ധ ചെയ്തു. വീടിനായി ലൈഫിൽ അപേക്ഷിച്ചിരുന്നുവെങ്കിലും പട്ടികയിൽ ഇവരുടെ പേരില്ല. വയോധികനായ കാസീനും ഭാര്യയും മക്കളും പേരക്കുട്ടികളും അടങ്ങുന്ന 4-അംഗ കുടുംബമാണ് ഇവിടെ വർഷങ്ങളായി താമസിച്ചു വരുന്നത്. വീട് വാസയോഗ്യമല്ലാതായതോടെ വാടക വീട്ടിലേക്ക് മാറാനുള്ള ശ്രമത്തിലാണ് നിർധന കുടുംബം. സംഭവം അറിഞ്ഞ് പഞ്ചായത്ത് അംഗങ്ങളായ ഹുസൈൻ ഷഫീഖ്, സുനിത എന്നിവർ കഴിഞ്ഞ ദിവസം വീട് സന്ദർശിച്ചു. സുമനസ്സുകൾ കൈകോർത്താൽ ഇവർക്ക് വീടെന്ന സ്വപ്നം പൂവണിയും. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. കേരള പത്രപ്രവർത്തക യൂണിയൻ പാലക്കാട് ജില്ലാ കമ്മിറ്റി ഡയറി പുറത്തിറക്കി. പാലക്കാട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് K ബിനുമോൾ ഡയറി പ്രകാശനം നിർവഹിച്ചു. കേരള പത്രപ്രവർത്തക യൂണിയൻ പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് 2025 ഡയറി പുറത്തിറക്കിയത്. പാലക്കാട് നഗരസഭാ ചെയർപേഴ്സൺ പ്രമീള ശശിധരന് ഡയറി നൽകി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് K ബിനുമോൾ ഡയറി വിതരണത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. എവിടെയില്ല, വല്ലാതെ കുറഞ്ഞു ഡയറി. അപ്പോൾ ഈ വർഷം നിങ്ങളത് ചെയ്തു, നിങ്ങൾ ഡയറി ഉണ്ടാക്കാൻ ശ്രമിച്ചു എന്നത് വലിയൊരു കാര്യമാണ്. അപ്പോൾ ഇതിലൂടെ വലിയ കൂട്ടായ്മയുണ്ട്. നിങ്ങളെല്ലാവരും ഒരുമിച്ച് തന്നെ പത്രപ്രവർത്തക യൂണിയന്റെ ഭാഗമായിട്ട് നിലനിൽക്കുന്നു. യൂണിയൻ പ്രസിഡന്റ് നോബൽ ജോസ് അധ്യക്ഷത വഹിച്ചു. കവർ ഡിസൈനർ അർജുൻ മാറോളി ഛായാചിത്രം പ്രസ് ക്ലബിന് സമ്മാനിച്ചു. M ശ്രീനേഷ് സ്വാഗതവും വൈസ് പ്രസിഡന്റ് M മുഹമ്മദ് റാഫി നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പട്ടാമ്പി കൈത്തലി ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിന് തുടക്കമായി. വെള്ളിനേഴി ഹരികൃഷ്ണനാണ് യജ്ഞാചാര്യൻ. കൈത്തളി തിരുവാതിര മഹോത്സവത്തിന്റെ ഭാഗമായാണ് ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിന് തുടക്കം കുറിച്ചത്. വെള്ളിനേഴി ഹരികൃഷ്ണനാണ് യജ്ഞാചാര്യൻ. കാലടി ശങ്കരനാരായണൻ നമ്പൂതിരി, കറുത്തേടത്ത് കൃഷ്ണൻ നമ്പൂതിരിപ്പാട് എന്നിവർ സഹ ആചാര്യന്മാരാണ്. നിരവധി ഭക്തജനങ്ങൾ യജ്ഞത്തിൽ പങ്കെടുക്കുന്നുണ്ട്. നേരത്തെ ക്ഷേത്രത്തിൽ അറനിറയ്ക്കൽ ചടങ്ങുമുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം വൈകിട്ട് യജ്ഞാചാര്യന്മാരെ ക്ഷേത്രത്തിലേക്ക് സ്വീകരിച്ചു. ഈ മാസം 13-ന് യജ്ഞം സമാപിക്കും. കൈത്തളി തിരുവാതിര മഹോത്സവത്തിന്റെ ഭാഗമായി നിത്യേന ആഘോഷ പരിപാടികളുണ്ട്. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. ഓങ്ങല്ലൂർ തളി ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിൽ നാരായണീയ പാരായണ യജ്ഞം നടന്നു. ഗണപതിയങ്കാവ് നാരായണീയ പാരായണ സമിതിയുടെ നേതൃത്വത്തിലായിരുന്നു യജ്ഞം. സമിതി സെക്രട്ടറി VP മാധവിക്കുട്ടി ഉദ്ഘാടനം ചെയ്തു. R മീന, PT ഗീത, രമണി അന്തർജനം, PK മിനി, A സരസ്വതി, P പത്മാവതി തുടങ്ങിയവരും സമിതി അംഗങ്ങളും യജ്ഞത്തിൽ പങ്കെടുത്തു. PN രാമൻ, OM അനുജന്മാരാർ, C വേണുഗോപാൽ, N മാധവചന്ദ്രൻ, VT ഗോപാലകൃഷ്ണൻ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. സൗത്ത് പനമണ്ണ പൊതുജന വായനശാലയിൽ MT വാസുദേവൻ നായർ അനുസ്മരണ യോഗം നടന്നു. മലബാർ സൗഹൃദവേദി കൺവീനർ ബിജുമോൻ പന്തിരുകുലം ഉദ്ഘാടനം ചെയ്തു.
അനുസ്മരണ യോഗത്തിൽ വായനശാല പ്രസിഡന്റ് എ സതീഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. തൃക്കടീരി KV കാർത്തികേയൻ സ്മാരക വായനശാല സെക്രട്ടറി ശശിധരൻ MT അനുസ്മരണ പ്രഭാഷണം നടത്തി. പനമണ്ണ NVUP സ്കൂൾ അധ്യാപകൻ K രാംമോഹൻ, സാഹിത്യകാരി ശാലിനി മുരളി, KP ജാനകിദേവി, CT പ്രഭാവതി, K ജോഷി, TG രാമകുമാർ, PK ജയകൃഷ്ണൻ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. ഷൊർണൂർ അഭയം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ സാവിത്രി ടീച്ചർ അനുസ്മരണവും പുതുവത്സര കൂട്ടായ്മയും സംഘടിപ്പിച്ചു. ട്രസ്റ്റ് പ്രസിഡന്റ് MR മുരളി ഉദ്ഘാടനം ചെയ്തു. എല്ലാ പ്രശ്നങ്ങളെയും നേരിടുന്നതിനും ഏത് പ്രതിസന്ധിയെയും തരണം ചെയ്യുന്നതിനും ഉള്ള മാനസികമായ ശാരീരികമായ കരുത്ത് എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന ആശംസയാണ് ഈ സന്ദർഭത്തിൽ എല്ലാവരോടുമായി പങ്കുവയ്ക്കാനുള്ളത്. ജനുവരി മാസം 5-ാം തീയതി പ്രഭാതത്തിന്റെ പുതുവർഷ ദിന പരിപാടികൾ അങ്ങനെ മാറ്റിയത് സാവിത്രി ടീച്ചറുടെ വേർപാടിന് ശേഷമാണ്. സാവിത്രി ടീച്ചർ നമ്മെ വേർപിരിഞ്ഞത് ജനുവരി 5-നാണ്. ആ തീയതി സാവിത്രി ടീച്ചറുടെ ഓർമ്മ പുതുക്കലും പ്രഭാതത്തിന്റെ പുതുവർഷ പരിപാടി എന്ന നിലയിലാണ് അന്ന് മുതൽ ഇങ്ങനെ നാം ഈ ചടങ്ങ് നടത്തി. അനുസ്മരണ ചടങ്ങിൽ അഭയം ചാരിറ്റബിൾ ട്രസ്റ്റ് സെക്രട്ടറി MB രതീഷ് അധ്യക്ഷത വഹിച്ചു. T സതീഷ് ബാബു, കോട്ടയിൽ മണി, രഞ്ജിത്ത്, ശ്രീല എന്നിവർ പ്രസംഗിച്ചു. അഭയത്തിന് പുതിയതായി ലഭിച്ച ആംബുലൻസിന്റെ ഫ്ലാഗ് ഓഫ് MR മുരളി നിർവഹിച്ചു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. 40 വർഷങ്ങൾക്ക് ശേഷം കാളപ്പാറ കൊട്ടാരവളപ്പിൽ പൂർവ്വ വിദ്യാർത്ഥികളുടെ ഒത്തുചേരൽ. ഷൊർണൂർ SN കോളേജിലെ 1982-84 കൊമേഴ്സ് ബാച്ചാണ് അക്കാലത്ത് കോളേജ് പ്രവർത്തിച്ചിരുന്ന കൊട്ടാരത്തിൽ വീണ്ടും സംഗമിച്ചത്. കൊട്ടാരവളപ്പിലെ ഒത്തുചേരലിന് ശേഷം ഓഡിറ്റോറിയത്തിൽ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയും സംഘടിപ്പിച്ചു. കൊട്ടാരവളപ്പിലെ ഒത്തുചേരൽ പൂർവ്വ വിദ്യാർത്ഥികൾക്ക് വേറിട്ട അനുഭവമായിരുന്നു. സംഗമത്തിന് ശേഷം സമീപത്തെ ഓഡിറ്റോറിയത്തിൽ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയും നടന്നു. അച്യുതൻകുട്ടി മാതന്നൂർ, വിദ്യാധരൻ, ബെന്നി, മീനാകുമാരി, മണികണ്ഠൻ, NV വിനോദ്, തുളസീദാസ് തുടങ്ങിയവർ നേതൃത്വം നൽകി. നമ്മളെ സംബന്ധിച്ച് ഒരു നീണ്ട ഇടവേള തന്നെ പറയാം. 2 വർഷമായി. 2023 നമ്മൾ ചെയ്തിട്ടില്ല എന്നാണ് തോന്നുന്നത്. 2022 നമ്മൾ അവസാനം ആയിട്ട് കൂടിച്ചേർന്നത്. 24 നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മളെന്താ സംബന്ധിച്ചാൽ നമ്മുടെ കൊമേഴ്സ് ഗ്രൂപ്പ് നിലവിൽ വന്നിട്ട് കുറച്ച് വർഷങ്ങളൊക്കെ ആയിട്ടുണ്ടാവാം. പക്ഷെ നമ്മൾ സജീവമായിട്ട് നമ്മുടെ ഒരു ഫംഗ്ഷനായിട്ട് നമ്മൾ കൂട്ടായമായിട്ട് നടത്തിയത് നമ്മളൊരു 3 വർഷം ആയിട്ടുണ്ട്. 2 വർഷം നമ്മൾ കോളേജിൻ്റെ ഉള്ളിലും ഇവിടെ തന്നെ നമ്മൾ 3 തവണ നടത്തിയിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമ്മളുടെ ഇടയിലുള്ള കുറച്ച് കാലമായിട്ട് എന്താണെന്നറിയില്ല, നമ്മുടെ ഗ്രൂപ്പിൻ്റെ ഇടയിലും നമ്മളുടെ ഇടയിലൊക്കെ വന്നിട്ടുള്ള ചെറിയൊരു എന്താ പറയുക സമയമില്ലായ്മയായിരിക്കാൻ കാരണം. എല്ലാവരും തിരക്കിലല്ല. ആ തിരക്കിനിടയിൽ വന്നിട്ടുള്ള ഒരു എന്താ പറയുക, എല്ലാവർക്കും ഒരുപാട് സ്ട്രെസ്ഡ് ആയിരിക്കാം. എല്ലാവരും ഒരുപാട് മാനസികത്തിന് കൂടുതലായിരിക്കാം എല്ലാവരും. ആ തിരക്കിനിടയിൽ നിന്നൊക്കെ നമുക്ക് അല്പം എങ്കിലും നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ഗ്രൂപ്പിന് വേണ്ടിയിട്ട് പലപ്പോഴും എല്ലാവരും ഒന്ന് ഇടപെടുക എന്നുള്ള ഉദ്ദേശത്തോടെ വീണ്ടും നമ്മളിത് സംഘടിപ്പിക്കാൻ ഇന്ന് നമ്മൾ തീരുമാനിച്ചത്. ജനുവരി 5-ന് ഡേറ്റ് കൊടുത്തപ്പോൾ എല്ലാവർക്കും പൊതുവെ അവധി കാണാൻ എന്നുള്ള ദിവസം എല്ലാവരും എത്താമെന്ന് പറഞ്ഞു. നമുക്ക് നമുക്ക് സന്തോഷം. കാരണം മറ്റു പല തവണ നമ്മൾ നിശ്ചയിക്കുമ്പോൾ ഇപ്പോൾ ഓണത്തിന് നമ്മൾ നേരത്തെ ഡേറ്റ് പറയുമ്പോൾ പലർക്കും അത് അസൗകര്യമാണ്. അതൊക്കെ വലിയ പ്രയാസമാകുമ്പോൾ എല്ലാവരും വേണം എന്നത്. 31 പേരാണ് കൂട്ടായ്മയിൽ പങ്കെടുത്തത്. കോളേജ് ജീവിതകാലത്തെ ഓർമ്മകൾ സഹപാഠികൾ പങ്കുവച്ചു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. വാടനംകുറിശി ചോറൂർക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ച് ശിവജി സേവാഭാരതി പ്രവർത്തകർ ശുചീകരണ യജ്ഞം നടത്തി. വാടനംകുറിശി പൊയിലൂർ റോഡിലായിരുന്നു ശുചീകരണം. പാതയോരത്തെ കാട്ടുചെടികൾ പ്രവർത്തകർ വെട്ടിനീക്കി. രാജേഷ്, ജയൻ, ഗിരീഷ്, മോഹനൻ, വിനോദ് എന്നിവർ നേതൃത്വം നൽകി. ക്രിയേറ്റീവ് ഫോട്ടോഗ്രാഫേഴ്സിന്റെ ഇമേജ് ഫോട്ടോഗ്രാഫി മത്സരത്തിന്റെ എൻട്രി തീയതി ഫെബ്രുവരി 15 വരെ നീട്ടി. വേണ്ടത്ര എൻട്രികൾ ലഭിക്കാത്ത സാഹചര്യത്തിൽ പ്രദർശന തീയതിയിലും മാറ്റമുണ്ടാകുമെന്ന് ഇമേജ് സെക്രട്ടറി KV വിൻസെന്റ് പാലക്കാട്ട് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വിഷയവും ക്യാമറയും മാനദണ്ഡവുമില്ലാതെയാണ് ഫോട്ടോ പ്രദർശനം നടത്തുന്നത്. മാനുഷിക സ്പർശം, സാമൂഹിക പ്രതിരോധം, അതിജീവനം തുടങ്ങിയ വിഷയങ്ങളിലാണ് മത്സരത്തിനുള്ള എൻട്രികൾ എത്താറുള്ളത്. വേണ്ടത്ര എൻട്രികൾ എത്താത്തതിനെ തുടർന്നാണ് പ്രദർശന തീയതി മാർച്ച് 6, 7, 8 തീയതികളിലേക്ക് മാറ്റിയത്. ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഫോട്ടോഗ്രാഫി നിയമം അനുസരിച്ച് മാത്രമാണ് ചിത്രപരിശോധനയും പ്രദർശന വിജയി പ്രഖ്യാപനവും നടത്തുന്നതെന്നും വിൻസെന്റ് പറഞ്ഞു. പ്രചാരണം കിട്ടിയില്ല. പിന്നെ ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയ സൈറ്റുകൾ വഴി കുറേ വാട്സപ്പ് ഗ്രൂപ്പുകളൊക്കെ ഉണ്ട്. അതുവഴി
ഉള്ള പ്രചരണം കൊണ്ട് കാര്യം നടക്കുമെന്ന് വിചാരിച്ചു. പക്ഷെ നടന്നില്ല. നമ്മൾ വിചാരിച്ചത്ര എൻട്രികൾ വന്നില്ല. അതുകൊണ്ട് നമ്മൾ ആ ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്യാണ്. ഫെബ്രുവരി 15 വരെ നീട്ടാണ്. മാർച്ച് 6, 7, 8 പ്രദർശനം നടത്തുന്ന IMA ഹാളിൽ. ഹോൾ അത് തന്നെ, പക്ഷെ ഡേറ്റ് മാറ്റി. ഇത് ജനുവരിയിൽ നടത്തേണ്ട പ്രദർശനമാണ്. അതിപ്പോൾ മാർച്ച് 6, 7, 8 നീട്ടേണ്ടി വന്നു. ഇമേജ് രാജേഷ്, CK രാമകൃഷ്ണൻ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൊഴിൽ തേടുന്നവർ എന്ന നിലയിൽ നിന്ന് വിദ്യാർത്ഥികൾ തൊഴിൽദായകരായി മാറണമെന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു. സംസ്ഥാന സർക്കാരിന്റെ ഇൻഡസ്ട്രി ഓൺ ക്യാമ്പസ് പദ്ധതിക്ക് പാലക്കാട് ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ തുടക്കം. കോളേജിൽ ജെൻ റോബോട്ടിക്സ് കമ്പനിയുടെ മാനുഫാക്ചറിംഗ് യൂണിറ്റ് തുറന്നു. പട്ടാമ്പി MLAയുടെ ശ്രദ്ധ പദ്ധതിയിൽ ഉൾപ്പെടുത്തി വിദ്യാർത്ഥികളുടെ മാനസിക സംഘർഷങ്ങൾ ലഘൂകരിക്കുന്നതിന് പുതിയ പ്രൊജക്ട് തയ്യാറാക്കി. മാനസമിത്ര പ്രൊജക്ട് ഉടൻ വിദ്യാഭ്യാസ വകുപ്പിന് സമർപ്പിക്കും. മന്ത്രി കെ കൃഷ്ണൻകുട്ടി കോള കമ്പനിക്കൊപ്പമായിരുന്നുവെന്ന കമ്പനി മുൻ അഭിഭാഷകന്റെ വെളിപ്പെടുത്തൽ. കോള വിരുദ്ധ സമരത്തിന് നേതൃത്വം നൽകിയെന്ന് അവകാശപ്പെടുന്ന കെ കൃഷ്ണൻകുട്ടി പാച്ചിമട കോള കമ്പനിക്ക് വെള്ളമെത്തിച്ചിരുന്നു എന്ന അഡ്വക്കേറ്റ് ജോൺ ജോണിന്റെ വെളിപ്പെടുത്തൽ വിവാദമാകുന്നു. നാഷണൽ ജനതാദൾ സംസ്ഥാന പ്രസിഡന്റ് കൂടിയായ ജോൺ ജോണിന്റെ വിവാദ വെളിപ്പെടുത്തൽ പാലക്കാട്ട് CPM സംസ്ഥാന കമ്മിറ്റി അംഗം NN കൃഷ്ണദാസ് ഉൾപ്പെടെ പ്രമുഖർ പങ്കെടുത്ത പുസ്തക പ്രകാശന ചടങ്ങിൽ. തിരുവേഗപ്പുറയിൽ പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ CPM. ലൈഫ് ഭവന പദ്ധതി ഗുണഭോക്തൃ വിഹിതം ഉടൻ നൽകണമെന്നതുൾപ്പെടെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് പഞ്ചായത്ത് ഓഫീസ് മാർച്ചും ധർണയും. റെഗുലറൈസ് ചെയ്ത പെർമിറ്റ് ഫീ തിരികെ നൽകണമെന്നും CPM. കക്ഷി രാഷ്ട്രീയത്തിന് പ്രാധാന്യം നൽകാത്ത കോൺഗ്രസുകാരനായി തുടരുമെന്ന് മുൻ MLA AV ഗോപിനാഥ്. രാഷ്ട്രീയത്തിനതീതമായി എല്ലാവരുമായും വികസന മുന്നണി സഹകരിക്കും. BJP പാലക്കാട് ജില്ലാ കമ്മിറ്റി അംഗം സുരേന്ദ്രൻ തരൂരും 50ഓളം സഹപ്രവർത്തകരും AV ഗോപിനാഥ് നേതൃത്വം നൽകുന്ന വികസന മുന്നണിയിൽ ചേർന്നു. പൊതുമേഖലാ ബാങ്കിംഗ് സംവിധാനം നിലനിർത്താനുള്ള നടപടികൾ കേന്ദ്ര സർക്കാർ കൈക്കൊള്ളണമെന്ന് SBI പെൻഷനേഴ്സ് അസോസിയേഷൻ. പാലക്കാട്ട് അസോസിയേഷൻ ജനറൽ ബോഡി യോഗം. വിദേശ ബാങ്കുകൾക്ക് ഇന്ത്യൻ വിപണി കീഴടക്കാൻ സഹായകരമാകുന്ന നയമാണ് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നതെന്ന് SBI റീജിയണൽ മാനേജർ TM മനോജ്. സമൂഹത്തിൽ വായനശാലകളുടെ ഉത്തരവാദിത്വം ഇന്ന് വളരെ വലുതാണെന്ന് പൂക്കാസ സംസ്ഥാന ജനറൽ സെക്രട്ടറി PN മോഹനൻ. പട്ടാമ്പി ലൈബ്രറി കൌൺസിൽ വാർഷിക സെമിനാർ കൂറ്റനാട്. സെമിനാർ സംഘടിപ്പിച്ചത് വിഭാഗീയതയുടെ വൻമലകൾ എന്ന വിഷയത്തിൽ. പ്രതിഭകളെയും വായനോത്സവ മത്സര വിജയികളെയും ആദരിച്ചു. പ്രളയത്തിൽ നിലം പൊത്തിയ പാലം ഇനിയും പുനർനിർമ്മിച്ചില്ല. മങ്കരയിൽ പ്രതിഷേധവുമായി കോൺഗ്രസ്. മങ്കര പെരുമഞ്ചിറ പാലം പുനർനിർമ്മിക്കാൻ സർക്കാർ സത്വര നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യം. കേരള കലാമണ്ഡലം ഹോസ്റ്റൽ അന്തേവാസികൾക്ക് തലവേദനയായി കുരങ്ങുകൂട്ടം. കണ്ണുതെറ്റിയാൽ കുരങ്ങന്മാർ ഹോസ്റ്റലിൽ. ഹോസ്റ്റൽ മുറികളിലെത്തുന്ന കുരങ്ങുകൾ വിലപിടിപ്പുള്ള സാധനങ്ങൾ വരെ നശിപ്പിക്കുന്നതായി പരാതി. വനം വകുപ്പിനെ വിവരമറിയിച്ചിട്ടും ഒരു നടപടിയുമില്ലെന്നും ആക്ഷേപം. മണ്ണൂർ വടക്കുംപുറത്ത് ഇനി കായികാവേശത്തിന്റെ ആരവങ്ങൾ ഉയരും. കായിക പ്രേമികൾ കാത്തുകാത്തിരുന്ന പഞ്ചായത്തിലെ ആദ്യ പൊതുകളിസ്ഥലം സജ്ജം. ബ്ലോക്ക് ഗ്രാമപഞ്ചായത്തുകളുടെ കൂട്ടായ്മയിൽ ഒരുക്കിയ കളിസ്ഥലം നാടിന് സമർപ്പിച്ചു. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. നമസ്കാരം.